വരക്കാണ് പൈസ കൊടുക്കണ്ടേ അല്ലേ? അവന് ഇരുന്ന് തന്നു ഇത് കുലിക്കാതെ കാണിച്ചേ. അവനെ പഠിപ്പിക്കുക. കല്ലിനകത്തൂടെ ഇത് എന്നതാ ഇത്? എവിടെ പോവാ? എവിടെ കേറുന്നേ? കല്ലിനകത്തൂടാണോ കേറുന്നേ? അതെ അതെ. എന്നത് എന്റെ കയ്യിൽ ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുവാന്ന് അറിഞ്ഞോണ്ട് നീ കാണാൻ വന്നല്ലേ? കണ്ടോ ഇത് കണ്ടോ? ഞാൻ അടുത്ത ആൾ ഇറങ്ങി വരുന്നത് കണ്ടോ? അതിന് ഒരു കുഴപ്പമില്ല കല്ല് കൊണ്ടു കഴിഞ്ഞാലേ. ഇറങ്ങിപ്പോന്ന പോക്ക് കാണണം. അന്നൂട്ടിയെ ഇന്നലെ മുടിയൊക്കെ വെട്ടി മിടുക്കിയായിട്ടിരിക്കുക കേട്ടോ. ആണോ? അത് കാണിച്ചാ മുടി വെട്ടിന്ന് കാണിച്ചാൽ അതിക്കൊണ്ടേ. അത് നമ്മൾ ആരെയും കാണിച്ചില്ലോ. ഇപ്പൊ സൈഡ് കാണിക്കാം, വരയിട്ട് കാണിച്ചേ. എന്റെ പൊന്നെ എന്നാ വരയാണോ? അടിപൊളിയല്ലേ അതിക്കൂട്ടാ? ഓ ഈ സൈഡ് കണ്ടു ആ പുകവശം കാണിച്ചു. സൂപ്പറല്ലേ? പുകവശം കണ്ടില്ല, പുകവശം അധികം ഇല്ല. ഇതുണ്ടോ? അടുത്ത കല്ലിനകത്തൂടെ പാഞ്ഞു വരുന്നു. എൻ്റെ പൊന്നെ ഇതേ വരുന്നു അടുത്തയാൾ. മൂന്നാമത്തെ ആൾ വാക്കത്തി എന്നാ പേഴ്സോ? എന്നതാണോ ഇത്? നോക്കി എത്ര സ്റ്റാൻഡ് എത്ര സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? ഭയങ്കര ഷൂട്ടിങ്ങാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഓരോരുത്തർ ഇറങ്ങി വരുന്നതാണ്. രണ്ടെണ്ണം ഇറങ്ങി വന്ന്. ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസത്തെ വിശേഷം. ഇവരുടെ മുടി വെട്ടിയത് കാണിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തത്. ഇത് അന്നക്കുട്ടി ഭയങ്കര ബഹളമായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അന്നക്കുഞ്ഞിൻ്റെ മുടി വെട്ടുന്നത്. അതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ചിലപ്പോൾ കൈവിട്ടാക്കി പോരും. എടി പെണ്ണേ, കോൺക്രീറ്റിലോട്ട് വന്ന് തലയടിച്ച് വീഴും. താഴെ അതും ആയം കൂടുതലല്ല. താഴോട്ട് രാവിലെ മറ്റേ ദിവാങ്കോട്ടിൽ നിന്ന് താഴെ പോയി പൊത്തോ എന്നും പറഞ്ഞ് താഴെ കിടന്ന് അയ്യോ എന്നും പറഞ്ഞ് കിടന്ന് കാറി അല്ലേ? ചെറുക്കൻ വലിച്ചു കയറ്റി കഴിഞ്ഞത് ഉരുണ്ട് പിടിച്ച് താഴെയും വീണു അല്ലേ ആദ്യക്കൂട്ടാ? ഇത് നോക്കിയാ വര കണ്ടോ? ആദ്യക്കൂട്ടാ വരക്കാണ് പൈസ കൊടുക്കണ്ടേ അല്ലേ? അവന് ഇരുന്ന് തന്നു. ഇത് കുലിക്കാതെ കാണിച്ചേ, കുലിക്കാണ്ട് കാണിച്ചേ നോക്കട്ടെ. എൻ്റെ പൊന്നെ എങ്ങനെയാ? ഇരുന്നോണ്ട് ഇറങ്ങുമ്പം കാലെത്തുകയല്ലോ. കമന്നിറങ്ങുമ്പോഴേ കാലെത്തുള്ളൂ അല്ലേടാ? അയ്യോ ഉടുപ്പ് താത്തിയിട്ട് ചേച്ചിയേ. ഇതൊക്കെയാ ചെരുപ്പ് പോലും ഇടാതെ പോകുന്ന പോക്ക്. ഇതൊക്കെ വഴി നിറച്ചത് കണ്ടോ? മിറ്റിൽ മൊത്തം വഴി കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ കാലിൽ കൊലുസിട്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിൻ്റെ നമ്മുടെ കൊലുസ് മാറ്റി. നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കൊലുസ് നമ്മൾ ഇട്ടേക്കാം കേട്ടോ. തള മാറ്റി, സ്വർണ്ണത്തള മാറ്റിയിട്ട് വെള്ളിക്കൊലുസാക്കി. സ്വർണ്ണത്തിന് വില കൂടിയോണ്ട് അല്ല. ഇപ്പോഴും ഇത് കാണാൻ ഒരു ഭംഗി ഈ പ്രായത്തിലിടുമ്പോഴാണ്. അതായത് വലിപ്പവും കറക്റ്റാണ്. നമുക്ക് മാമോദിസയ്ക്ക് കിട്ടിയതല്ലേ? 1 വർഷം മിച്ചമായി ഇത് കിട്ടിയിട്ട്. നമ്മളിപ്പോഴാണ് ഇടുന്നത് വെള്ളിക്കൊലുസ്. ഇപ്പം എന്നെ കുഞ്ഞിൻ്റെ കാലേ കിടക്കുന്നത്. അതുകൊണ്ട് വെള്ളിക്കൊലുസാണ്. നമുക്കിതൊരാൾ ഗിഫ്റ്റ് ചെയ്ത് തന്നതാണ് കേട്ടോ. ആ ഗിഫ്റ്റ് തന്ന ആളെ ശരിക്കും ഇപ്പോൾ ഓർക്കുന്നു. അപ്പോൾ ഇപ്പോഴും എന്നെ കുഞ്ഞിൻ്റെ കാലിൽ ഇത് കിടക്കുമ്പോൾ ഇങ്ങനെ ഓർക്കും. ആളുടെ കാര്യമോ? നമ്മുടെ ഒരു ചേച്ചി കേട്ടോ. നമ്മുടെ ഇപ്പോൾ വിളിക്കൊന്നും ഇല്ല. ഇപ്പോൾ കുറേ ആയി വിളിച്ചിട്ടൊക്കെ. കല്ല് നോക്കട്ടെ. നമ്മളും തിരക്കായിപ്പോയി. നമ്മളെപ്പോഴും ഈ തിരക്ക് പിടിച്ചുള്ള ഓട്ടമാണ്. അതുകൊണ്ട് എന്നും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. വീഡിയോ പോലെ നമ്മൾ ജനം ചോരുന്നു. ഇപ്പോൾ പണ്ടത്തെ പോലെ എടുക്കുന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ച് വീഡിയോസ്, ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ്. ഇവരുടെ മുടി വെട്ടിയേക്കുന്ന ആ ഷേപ്പ് ഒന്ന് വെട്ടി വെച്ചേക്കുന്നത് കാണിക്കാൻ വേണ്ടി മാത്രം വീഡിയോ എടുത്തത്. അപ്പം അതെ 3 പേരും മുടി വെട്ടി. ഞാനും മുടി വെട്ടി കേട്ടോ. എന്നെ നിങ്ങളാരും കണ്ടില്ലോ. എന്നെ കാണാനാ ഉണ്ടോ? ആദ്യം മുടി വെട്ടി, പിന്നെ ആരാ മുടി വെട്ടിയേ? ബേബി മുടി വെട്ടി, പിന്നെ ആരാ മുടി വെട്ടി? ഇച്ചായ മുടി വെട്ടി. അമ്മയും മുടി വെട്ടിയോ? ഇല്ല. എന്നാ പിന്നെ മമ്മിയും കൂടെ പോവാ. മമ്മി വെട്ടിയില്ല. അതിനെ മമ്മി വെട്ടാതെ ആണോ? വെട്ടിയില്ല. കത്തി കത്തിയൊക്കെ കിടക്കുന്നില്ലേ മുറ്റത്ത്? വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തോണ്ടിരുന്നാടാ. മുടി കാണിച്ചൂടാ. കൈ കൊണ്ട് മറയോ? ചായ വെട്ടി വെച്ചത്. സൂക്ഷിച്ചു നോക്കിയാൽ ചില നരകളൊക്കെ കാണാം. സൂക്ഷിച്ചു നോക്കണ്ട. സൂക്ഷിച്ച് നോക്കിയാലേ കുഴപ്പമുള്ളൂ. ഒന്നുമില്ല കേട്ടോ. എനിക്കിവിടെ ഉള്ള നരയൊക്കെ വലിച്ചു പറിച്ചായിരുന്നു. ഇവിടെ കുറച്ച് നരയുണ്ട്.
ഇത് നര കാണാതിരിക്കാൻ വേണ്ടി പറിച്ചു കളയും. ആ എന്നുവെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ നരയുള്ള ഭാഗം സൂം ചെയ്ത് തന്നെ കാണിക്കും. എല്ലാവരുടെയും നരക്കുന്നതല്ലേ. നീ ആളുകൾ പശുണ്ടല്ലോ എന്തോ പശുണ്ടല്ലോ ഈ പുറകുവശത്തെ വടിച്ചെടുത്ത നര ഇങ്ങനെ കുത്തി 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 പോലെ അതാണ് ഞാൻ വടിക്കുകയല്ലാത്ത. വടിച്ചതല്ല, ഈ അറ്റ വെട്ടി കഴിയുമ്പോൾ കറക്റ്റ് അറിയാം. വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട വാഴ ഇലയാണോ ഈ കിടക്കുന്നത്. നിന്റെ മനസ്സോടാ അവൻ ഇന്നലെ പറഞ്ഞു എന്റെ നരച്ചെന്ന്, അവിടെ നിന്ന് നരച്ച് വെട്ടിക്കളയാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. മുട്ട 2 മുട്ടകളും ഉണ്ട്, ഞാനും ഉണ്ട്. അതെ അതെ 2 മുട്ടകളും. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം. അതെ, ഇന്നലെ ഞങ്ങൾ മുടിവെട്ടൽ ഉത്സവമായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. രാവിലെ പോയി ഉച്ചയ്ക്കാ വന്നേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. മുടിവെട്ടി വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. വീണ്ടും കാണുന്നതുവരെ. പണ്ടൊരിതുണ്ടായിരുന്നല്ലോ ഓട്ടോഗ്രാഫ്. വണക്കം. അങ്ങനെയല്ല, പണ്ട് ഓട്ടോഗ്രാഫ് എഴുതുമ്പോ ഇന്നലത്തെ ഇതിനകത്ത് പറഞ്ഞിട്ടായിരുന്നു. എന്നതിനകത്ത് പറഞ്ഞേട്ടെ, ഒരു ചിരിയിലാന്ന്. വിശാല മനസ്സേ വിരോധമരുതേ. അല്ല അത് തന്നെ. വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. വിവാഹത്തിന് വിളിച്ചാൽ അങ്ങനെയാ, അങ്ങനെയുണ്ടല്ലോ. അല്ല, വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാന്നാ. അങ്ങനെയൊക്കെ ഉണ്ട്. അന്നത്തെ അത് എന്റെ ഓട്ടോഗ്രാഫിലും ഉണ്ട് അങ്ങനെ. എന്റെ ഓട്ടോഗ്രാഫിലും അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓട്ടോഗ്രാഫും ഇല്ലായിരുന്നു അന്ന്. ഓട്ടോഗ്രാഫ് മേടിക്കാൻ കാശും ഇല്ലായിരുന്നു. എനിക്കുണ്ട് +2 +1 +2 നമ്മള് പോയിട്ടില്ല. അന്നാ ഓട്ടോഗ്രാഫ് ആദ്യമായിട്ട് മേടിച്ചിരുന്നത് +2. ചെറിയൊരു ബുക്ക്. അത് എവിടെ ഉണ്ട്, വീട്ടിലുണ്ടായിരുന്നു കുറേ നാളത്തേക്ക്. എനിക്കന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് ഇത് മേടിക്കണം എന്നൊക്കെ, പക്ഷെ പൈസ ഉണ്ട്. മിക്ക പിള്ളേരുടെ കാണാൻ എല്ലാവരും ഓട്ടോഗ്രാഫ് എടുത്തു. അയ്യോ അതൊക്കെ പോയി. അതൊക്കെ ഉണ്ടായിരുന്ന ഒരു രസമായിരുന്നു. വീട്ടിൽ ഇരുന്ന് ചതലരിച്ചു പോയി. തത്തിയെ പോയി കയറല്ലേ, തത്തി നിന്റെ കാലിൽ ചോറില്ല. അപ്പോൾ വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത നല്ലൊരു വിശാല മനസ്സോടെയുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും അടുത്ത ഇനി നമ്മുടെ പെരുന്നാൾ വീഡിയോകളായിരിക്കും മിക്കവാറും. കൈ എന്തോ പറ്റി. 1 2 3 പറഞ്ഞു ഏൽപ്പിച്ചേടി. 1 2 3 4 ഒന്ന് പറഞ്ഞേ. 1 2 3 വേണ്ട, നമുക്ക് മൂടുന്നില്ല. അപ്പൊ എന്തായാലും നമ്മള് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. ടാറ്റ ബൈ ഉണ്ടോ ആദ്യക്കൂട്ടം പറപ്പിക്കുന്ന കേട്ടോ. 1 അവനെ പഠിപ്പിക്കുക. 9 ഇല്ല, 10 ആയി പോയി.